പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ത്രീകൾക്ക് നൽകുന്ന സ്ഥാനം എന്താണ് എന്നുള്ളത് അദ്ദേഹം പല അവസരത്തിലും തെളിയിച്ചു തന്നിട്ടുള്ളതാണ്. സ്ത്രീ ശാക്തീകരണത്തിൽ അദ്ദേഹം വഹിക്കുന്ന പങ്കും ചെറുതല്ല. ഇന്നും അദ്ദേഹം പോരാടുന്നത് നമ്മുടെ ഭാരതത്തിനും ഒപ്പം നമ്മുടെ സ്ത്രീകൾക്കും വേണ്ടിയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ തീവ്രവാദികളെ അവരുടെ കുടുംബത്തിൽ കയറി തന്നെ മോദി തീർത്തു കളഞ്ഞതും. എല്ലാം സ്ത്രീകളോടുള്ള അദ്ദേഹത്തിന്റെ ബഹുമാനവും ആദരവും സൂചിപ്പിക്കുന്നത് തന്നെയാണ്. ആയതിനാൽ തന്നെ BJP മഹിളാ മോർച്ച സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ സ്ത്രീകൾക്ക് തന്നെയാണ് പ്രാധാന്യം നൽകേണ്ടതും. ഓപ്പറേഷൻ സിന്ദൂറിനുള്ള ആദരമായി കുങ്കുമ നിറത്തിലുള്ള സാരി ധരിച്ചുകൊണ്ട് 15,000-ലധികം വരുന്ന വനിതകളാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ എത്തുന്നത്. കേൾക്കുമ്പോൾ കൗതുകമായി തോന്നുമെങ്കിൽ പോലും BJP മഹിളാ മോർച്ചയാണ് മെയ് 31-ാം തീയതി ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നതും. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ ശക്തമായ തിരിച്ചടി, ഓപ്പറേഷൻ സിന്ദൂറിനുള്ള ശക്തമായ പിന്തുണയും മോദിയോടുള്ള ബഹുമാനവുമാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ഈ പരിപാടിയുടെ പരിപൂർണ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്, അതായത് ഹെലിപാഡിലെയും വേദിയിലെയും സുരക്ഷാ ക്രമീകരണങ്ങൾ മുതൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ളവ വനിതാ ഉദ്യോഗസ്ഥർ തന്നെയാണ് നയിക്കുന്നതും. 18-ാം നൂറ്റാണ്ടിലെ മാൾവ രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന ലോക്മാത അഹല്യാബായിയുടെ 300-ാം ജന്മദിന വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് ഭോപ്പാലിൽ നടക്കുന്ന വനിതാ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി ഭോപ്പാലിലേക്ക് എത്തുന്നതും. പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിനായി 1300 മണ്ഡലത്തിൽ നിന്നായി 1500 വോളണ്ടിയർമാരെ തിരഞ്ഞെടുത്തിട്ടുള്ളതായും BJP മഹിളാ മോർച്ച അറിയിച്ചു. പഹൽഗാം ആക്രമണത്തെ തുടർന്നുകൊണ്ട് ഭീകരതയ്ക്ക് ഉചിതമായ മറുപടി നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നമ്മുടെ സായുധ സേനയ്ക്കുമുള്ള ആദരമാണ് കുങ്കുമ നിറമുള്ള സാരികൾ അണിയുന്നത്. സ്ത്രീകൾക്ക് പാർട്ടി സാരി നൽകുമെന്ന് മധ്യപ്രദേശ് സഹമന്ത്രി കൃഷ്ണ ഗൗർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഹെലിപാഡിനെയും വേദിയിലെയും സുരക്ഷാ ക്രമീകരണങ്ങൾ, ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെയുള്ളവയെല്ലാം തന്നെ പൂർണ്ണമായും വനിതാ ഉദ്യോഗസ്ഥരായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. സൊണാലി മിശ്ര IPS സുരക്ഷാ പ്രവർത്തകർക്ക് നേതൃത്വം നൽകും. 47 വനിതാ ഉദ്യോഗസ്ഥർ അതുപോലെ VIP സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം വഹിക്കും. സ്വയം സഹായ സംഘത്തിലെ 600-ലധികം സ്ത്രീകൾ ഭക്ഷണവും വെള്ളവും വിതരണം ചെയ്യും. അതേസമയം പ്രധാനമന്ത്രിക്ക് സുരക്ഷയൊരുക്കാൻ ഇതിനു മുൻപും വനിതാ ഉദ്യോഗസ്ഥർ രംഗത്ത് വന്നിട്ടുണ്ട്. രാജ്യ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു അന്ന് പ്രധാനമന്ത്രിയുടെ പരിപാടിയുടെ മുഴുവൻ സുരക്ഷാ ക്രമീകരണങ്ങളും വനിതാ ഉദ്യോഗസ്ഥർ നയിച്ചതും. വനിതാ ദിനത്തിലായിരുന്നു ഇത്തരം പരിപാടി സംഘടിപ്പിച്ചത്. അതിനുശേഷം ഇപ്പോൾ 2ാം തവണയാണ് വനിതകൾ അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കുന്നതും. ഇതും ചരിത്ര ഏടുകളിൽ ഇനി എഴുതപ്പെടുമെന്നതിലും സംശയമില്ല. രാജ്യാന്തര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഗുജറാത്ത് പോലീസാണ് പ്രധാനമന്ത്രിക്ക് വനിതാ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നത്. അതുപോലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു കാര്യം നടന്നതും. നവസാരിയിലെ ബാൻസി ബോൻസി ഗ്രാമത്തിലെ ഹെലിപാഡിൽ പ്രധാനമന്ത്രി എത്തുന്നത് മുതൽ പരിപാടി നടക്കുന്ന സ്ഥലം വരെയുള്ള മുഴുവൻ സുരക്ഷാ ക്രമീകരണങ്ങളും വനിതാ ഉദ്യോഗസ്ഥർ തന്നെയാണ് കൈകാര്യം ചെയ്തതും. സുരക്ഷയ്ക്കായി 2500-ഓളം വനിതാ സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരുന്നത്. ഇതിൽ 2100-ലധികം കോൺസ്റ്റബിൾമാർ, 187 സബ് ഇൻസ്പെക്ടർമാർ, 61 പോലീസ് ഇൻസ്പെക്ടർമാർ, 16 ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടുമാർ, 5 SP-മാർ, ഒരു ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, ഒരു അഡീഷണൽ DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ എന്നിവരും ഉൾപ്പെട്ടിരുന്നു. അതേസമയം അതിലും മികച്ച രീതിയിൽ തന്നെയാകും തങ്ങൾ ഈ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ മഹിളാ മോർച്ചയും വ്യക്തമാക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളാണ് പുരോഗമിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.